അമിഗോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നാക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ആൻഡ് നമ്മൾ ഇതുവരെ കണ്ട സ്ഥലം നല്ല ഇപ്പോൾ എൻ്റെ സ്ഥലം തന്നെയാണ് മാറിപ്പോയി. ഇതെന്താ മരുഭൂമി പോലെയുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ റെക്കോമ്പിയോന്ന് നാക്കോക്ക് ബസ് കയറിയതാണ്. ഏകദേശം 9:30 കയറി ഒരു 1:30-2 മണിയായപ്പോൾ എത്തി. ആൻഡ് മക്കളെ പോണ റൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇത് ചന്ദ്രനിലൊക്കെ എത്തിയ പോലെ അങ്ങനത്തെ ഒരു ഫീലാണ്. കാരണം ഫുള്ള് മരുഭൂമി പോലത്തെ ഒരു പ്രദേശം. അങ്ങനെ പച്ചപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ ഓക്സിജൻ്റെ അളവ് നമ്മളവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്. ചില റെക്കോമ്പിയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ കുറച്ചുകൂടി കുറവാണ്. ഇത് 12,000 ഫീറ്റ് ഉയരത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നോക്കൂ, അവിടെയൊക്കെ കുറച്ച് പച്ചപ്പുള്ളൂ. ചില സ്ഥലത്തൊന്നും പച്ചപ്പെന്ന് പറഞ്ഞ സാധനമില്ല. ഫുൾ മരുഭൂമി പോലത്തെ പ്രദേശം. അതിന് ഇങ്ങോട്ട് വരുന്ന റൂട്ടും കിട്ടില്ല റൂട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇത്തപ്പാടെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് ഉണർവ് വെച്ചത്. ആകെ ചത്ത പോലെ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റേ നോക്കുകയാണ്. സ്റ്റേ നോക്കിയതിന് ശേഷം ഇവിടെ മൊണാസ്ട്രി ഉണ്ട്, ലേക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ പോകണം. അയ്യോ ഗൈസ് നോക്കൂ. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. ഗൈസ് വെൽക്കം. അങ്ങനെ നമ്മൾ റൂം എടുത്തു. റൂം കുറച്ച് കിടന്നുറങ്ങിൻ്റെ ശേഷം ഇപ്പം സമയം 5 മണിയായി. നമ്മൾ പുറത്തേക്ക് ഒന്ന് കാണാൻ പോവുകയാണ്. റൂമിനെ കാണിക്കാൻ മറന്നുപോയി. ഇനി വരുമ്പോൾ കാണിക്കാം. ഓക്കെ ഗൈസ് ഞാൻ സെറ്റപ്പ് ആട്ടെ. ഭയങ്കര നേക്കട്ടോ അവിടെ. എന്താ ഇവിടുത്തെ ഡൈനിങ് സെറ്റപ്പ് കാണിച്ചു തരട്ടാ. എന്താ ഞാൻ ഇവിടുത്തെ പരിപാടി. പുറത്തൊക്കെ നല്ല വ്യൂ ആണ്. പോയേക്കാം. എന്താ ഏതാ മരുഭൂമിയിലൊക്കെ എത്തിയ പോലെ ഉണ്ട് ഇപ്പോൾ. എന്താ അറിയില്ല, ഉറക്കം എന്തൊക്കെ ഒരു പ്രശ്നങ്ങളുള്ള പോലെ മൊത്തം. എന്താ അറിയില്ല, ആൾട്ടിറ്റ്യൂഡ് സിക്നെസ് ആണോ എന്നറിയില്ല. മുഖം കണ്ടാലറിയാം എന്തൊക്കെ ഒരു പ്രശ്നങ്ങൾ. നമുക്കിങ്ങനെ ഇവിടെ എല്ലായിടത്തും നമുക്ക് ഇറങ്ങി വെക്കാം. ഓക്കെ ഗൈസ് നമ്മൾ വില്ലേജിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. ആൻഡ് ഇവിടെ ഇതാ തട്ടായിട്ട് ഇങ്ങനെ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഇവിടെ എന്താ പറയുക, ചൈനയുടെ അതിർത്തി ബോർഡർ കൂടി ഇവിടെ ഉണ്ട്. ഏകദേശം നമ്മൾ നിൽക്കുന്നത് 12,000 ഫീറ്റ് ഉയരത്തിലാണ്. ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ മൊണാസ്ട്രി കാണാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മൊണാസ്ട്രിയിലേക്കുള്ള വഴിയാണ് കാണുന്നത്. ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെയുള്ള ആളുകൾ കൂടുതലും ബുദ്ധമത വിശ്വാസികളാണ്. എന്നത് ചൈനയുടെ ബോർഡറിലാണ് വരുന്നത്. കൂടുതൽ ആളുകൾ ഇവിടെ ബുദ്ധമത വിശ്വാസികളാണ്. ഇതൊന്നല്ല ഇതൊക്കെ ഇവിടുത്തെ ഇതാണ് ഹോം സ്റ്റേ മാർക്കുള്ള സംഭവം. വേറെ ട്രഡീഷണൽ ആയിട്ട് വീട് നമ്മളെ ഉള്ളിലേക്ക് കയറാം. വീടിന് അല്ലാണ്ടില്ല വിറകോ ഇവിടുത്തെ എല്ലാ വീടിൻ്റെ മുകളിലും. കാരണം ഒരു വർഷത്തിൽ 3 മാസം ഇവർക്ക് ഇതുപോലെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഫുൾ ഐസ് വീണിട്ട് ഇങ്ങനെ വീടിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണ ആളുകളാണ് ഇവർ. ഇവിടെ ഒരു ലേക്ക് നമ്മൾ കാണാൻ പോണ ലേക്ക് ഉണ്ട്. അതൊക്കെ ഫ്രീസായി കിടക്കണ ലേക്കാണ്. 3 മാസം ഇങ്ങനെ നല്ലപോലെ കാണാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ. അങ്ങനെയാണ് ഗൈസ്. എല്ലായിടത്തും ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഗൈസ്. ഇപ്പോൾ നാക്കോ വില്ലേജിൽ സ്കൂൾ വരെ ഉണ്ട്. ഇത് അവരുടെ ഹോസ്റ്റലാണ് വന്നത്. ഹോസ്റ്റൽ കാണാൻ എന്താ രസം, അതാണ് തോന്നുന്നത് സ്കൂൾ വന്ന്. ആൻഡ് ഇതിന് ചുറ്റുള്ള ഇത് നോക്കിയാണ് മക്കളെ, നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായ മലനിരകളാണ് ഇപ്പോൾ കാണുന്നത്. ഫുൾ മരുഭൂമി പോലത്തെ മലനിരകൾ. എന്താ റോഡൊക്കെ കണ്ട നല്ല ഷേപ്പിലെ റോഡിലെ ലൈറ്റ് ഗൈസ്. ആൻഡ് മലനിരകൾ നോക്കൂ, നല്ല വെയിലടിച്ചിട്ട് ഇലക്ട്രിക്കല് സംഭവം. ഗൈസ് ഇതാണ് സ്കൂളുള്ളിലേക്ക് കയറാൻ പറ്റുമെന്നാവോ? കയറാം ഗൈസ്. നാക്കോലെ സ്കൂൾ കാണിച്ചു തരാം. കയറാൻ പറ്റൂലേ? അങ്ങനെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നു. അതായത് ഇതിൻ്റെ ബാക്കത്തെ വ്യൂ ഒക്കെയാണ് വൈബ്. അതൊക്കെ കുറേ ആൾക്കാർ ഡാൻസ് കളിക്കുന്നു. അവിടെ ചെറിയ സ്റ്റേജ് പരിപാടിയും കുട്ടികളെ ഇന്ന് ഇൻട്രല്ലോ വന്നാണ് ഇപ്പോൾ. അതാണ് ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ. സംഭവം സീനായിട്ടോ. വില്ലേജ് ചെറിയൊരു വില്ലേജാണ് അവിടെ സ്കൂള്. താത്ത ഫോട്ടോ എടുക്കണോ, വേറെ ടീച്ചറാണെന്നാ പറയില്ല. നല്ല രസമുണ്ട് കുട്ടികളെ കാണാൻ. അല്ലേ ഭയങ്കര
ലുക്കുള്ള കുട്ടികളെ പിന്നെ ഒരു ഫോട്ടോ എടുത്താ എന്തൊക്കെ പറയണ്ടേ? ഹായ് പോലോ. ഹായ്. आपका नाम क्या है? എഞ്ചിനാണ് ഇല്ല ടീമായിട്ട് आपका? അപ്പൊ നല്ല രസമുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുട്ടികള് അത് കാട്ടിലാണ്. ഇവരൊക്കെ മേക്കപ്പ് ചെയ്തതാ. ഇവരൊക്കെ മേക്കപ്പ് ചെയ്താൽ ഓൾറെഡി ചോപ്പ് കളർ. അത് തണുപ്പടിച്ചിട്ടൊന്നുമില്ല, എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെ എവിടെ ഇങ്ങനെ ഫ്ലഷ് ആയ പോലെ ചോപ്പ് കളർ ഉണ്ടാവും. അതാ വയസ്സന്മാരെ ഒരു കൂട്ടം. ഓ വൈബടിച്ചിരിക്കണം ഇവിടെ. ഇവിടുത്തെ വലിയ ടീമാണ് ഇവിടുത്തെ. ഇവിടുത്തെ വലിയ ടീമാണ്. आपका नाम क्या है? आपका नाम क्या है? मेरी नाम रिंजिन है। रिंजिन. हाँ रिंजिन. അങ്ങനെ എന്തോ പേരാണ്. कहाँ से കേരള. केरला से। अच्छा आज यहाँ बैठे नहीं आए? हैं? आज यहाँ बैठे नहीं? मुझे हिंदी मालूम नहीं, थोड़ा थोड़ा मालूम. अच्छा केरला का है। കേരള. പക്ഷെ സംസാരിക്കണമെന്നുണ്ട്, എന്ത് സംസാരിക്കാൻ നമുക്കറിയില്ല. ഹിന്ദിയാണ് അവർക്ക് അറിയുള്ളൂ, നമുക്കാണ് ഹിന്ദി അങ്ങനെ അറിയില്ല. അപ്പോൾ സംസാരിക്കാറില്ല. ആണ്ട എല്ലാവരും അവരെ ഫോട്ടോ എടുക്കും. കാരണം ഇവിടുത്തെ വലിയ ടീമാണ്. ഇവിടുത്തെ വലിയതോ മെയിൻ ടീമാണ്. ഉപ്പറൊക്കെ കേട്ടാ ഏതാ ലുക്കാറ് എല്ലാവരും തൊപ്പിയൊക്കെ വെച്ചിട്ട്. സ്കൂൾ വിട്ട് വന്നു വേണ്ട, എല്ലാവരും പെരി പോണതാ. പെരി പോയിട്ട് പോവാണ്. മോനെ ഏതാ ഒരു കാഴ്ച എന്നറിയോ ഇവിടെ. ഇത് നോക്കിയാടി ഈ ഒരു സ്കൂളിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാടി ഫുള്ള് മലനിരകൾ, അതിനടിയൊരു സ്കൂളും. ഇങ്ങനൊക്കെ ഒരു സ്കൂളിൽ നമ്മൾ പഠിച്ചാണെങ്കിൽ ഞാനൊക്കെ ഇവിടെ തന്നെ കയറി. ഈ ഒരു ആംബിയൻസ് ഉള്ള സ്കൂൾ, ഇത്രയും മലമുകളിലൊക്കെ ഉള്ള സ്കൂളാണെങ്കിൽ ഞാനൊക്കെ ഇവിടെ തന്നെ കയറാം. സ്കൂൾ മൂടട്ടിരിക്കും. ഗൈസ് ഈ സ്കൂളിൽ തന്നെയാണ് മൊണാസ്ട്രി ഉള്ളത്. ലേക്കും ഇവിടെ തന്നെ എന്താ. ആ ഗൈസ് ഇതാണ് മൊണാസ്ട്രി എന്ന് തോന്നുന്നു. ഗൈസ് മൊണാസ്ട്രി ഷോപ്പ് ഇതാണ് ഇവിടുത്തെ മൊണാസ്ട്രി. മൊണാസ്ട്രി മീൻസ് ബുദ്ധമതത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രം മൊണാസ്ട്രി എന്ന് പറയുന്നത്. ഗൈസ് ഇതാണ് ഈ മൊണാസ്ട്രിൻ്റെ പുറം ഭാഗം. ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല, വീഡിയോ ഫോട്ടോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല. ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ ബുദ്ധൻ്റെ പ്രതിമകളുണ്ട്, പിന്നെ വേറെ കുറേ പ്രതിമകളുണ്ട്. പിന്നെ നല്ല അലങ്കരിച്ച് നല്ല രസമുള്ള സ്ഥലമാണ്. നല്ല രസമുള്ള ഇതാണ്, നല്ല അലങ്കരിച്ചിട്ടുള്ള പല കളറുകളായിട്ട് ഭയങ്കര രസമാണ് കാണാൻ സംഭവം. ഇതാണ് ഇവരുടെ പ്രയർ വീൽ എന്ന് പറയും. പ്രയർ വീൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ ഇവിടെ കേട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് വിചാരിച്ചു കണ്ട് ഇതിങ്ങനെ കറക്കുക, അപ്പോൾ ആഗ്രഹം സാധിച്ചു തരുമെന്നാണ് സംഭവം. അങ്ങനെയുള്ള സംഭവം നമ്മൾ മനസ്സിൽ ആഗ്രഹം വിചാരിച്ചാണ് അങ്ങനെ കറക്കല്ലേ, ഇങ്ങനെ കറക്കുക. ഇതിലൊക്കെ പറഞ്ഞത് ഓരോരോ മന്ത്രങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതുകൊണ്ടോ ഓരോ മന്ത്രങ്ങൾ എഴുതിയാണ്. പക്ഷെ ഇതിങ്ങനെ കറക്കുമ്പോൾ ഒരു ബെല്ലിൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കും, പക്ഷെ ഇതിലില്ല. ഇങ്ങനെ കറക്കാം, നമ്മൾ ആഗ്രഹം വിചാരിച്ച് ഇങ്ങനെ കറക്കാൻ സാധിച്ചു തരുന്നതാണ് അവരുടെ വിശ്വാസം. ഗൈസ് അവിടെ ഉണ്ട് കുറേ ആൾക്കാരിങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കാൻ തോന്നണേ. ഞാനിവിടെ ഉണ്ട് ഫുള്ള് പ്രയർ വീലാണ്. ഇങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ കറക്കി പോവാ. ഇതൊക്കെ വേറെ ഒരു പ്രയർ വീൽ, അത് ഓട്ടോമാറ്റിക് ഇങ്ങനെ കാറ്റടിച്ചിട്ട് ഇങ്ങനെ കറങ്ങാണ്. അപ്പോൾ അതിങ്ങനെ ഒരു ഇട്ടം കറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഇതിമൊന്നും ഇങ്ങനെ ഇത് ശബ്ദം കേൾക്കും. വേണ്ട നമ്മളിപ്പോൾ ലേക്കിലോട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു ലേക്ക് ഉണ്ട്, ആ ലേക്കിലോട്ട് പോവാണ്. വീടിന് വരെ ചെറുതല വെച്ചിക്കണേ. ഈ നാക്കൊന്ന് ഗ്രാമം തിരിച്ചറിയുന്ന രീതിയിൽ പല വിട്ടുന്ന് കാണുന്ന വലുത് ഇതൊക്കെ എന്താ വീടാണ്. ഇത് വീടല്ല, ഇത് തൊയ്ത്താണ്. മോനെ ഏതാ വൈകില്ലേ, ഇതൊക്കെ തൊഴുത്തുകളാണ്. ലേക്കിലേക്കുള്ള വഴിയിലൂടെ നമ്മൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴുത്ത് നല്ല രസമുണ്ടല്ലേ. അപ്പം ഇതിനെങ്ങനെ കയറ്റല് ഇവിടുന്ന്, ഇതിനെങ്ങനെ ഇവിടുന്ന് കയറ്റുക? കല്ലൊക്കെ വെക്കിട്ടോ ഇതിന് പുറത്തേക്ക് വിടില്ല തോന്നുന്നുണ്ട്. വൈക്കോലിട്ട് കൊടുക്കും, ചാണകം സൈഡ് കൊടുക്കും. അവിടുത്തെ കല്ല് മാറ്റിയ വഴി ഉണ്ട് അവിടെ, സീറ്റിന്റെ അടിയിൽ കൂടി ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ. ഇങ്ങനെയാണ് സംഭവം തോന്നുന്നത്. ഇവിടെ എല്ലാ വീടിന്റെ തോട്ട് ഇങ്ങനെയാ കരിങ്കല്ല് ഇങ്ങനെ ചാരി വെച്ചിട്ട്
പഴക്കമുള്ള വീടുകളില്ല. രസമുള്ള വീട്. എന്താ മേലക്കുള്ള കോണി കണ്ട. നമ്മൾ ചിത്കുല് പോയപ്പോ വേറെ വൈബല്ലായിരുന്നില്ല, ഗ്രഹൻ പോയപ്പോ വേറെ വൈബല്ലായിരുന്നില്ല. ഇവിടുത്തെ വീടുകളൊക്കെ വേറൊരു വൈബ്. എന്തായാലും ലേക്കൊക്കെ പോണ വഴി നല്ല കിട്ടില്ല വഴിയാണ് കേട്ടാ. നോക്കിയാണ് ഇടയിൽ കൂടെ ഇങ്ങനെ പോവാ നമ്മള്. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നതാ. ടൂറിസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഫുൾ കരിങ്കല്ല് വെച്ചിട്ടുള്ള ഫുള്ള്. അവിടെ നല്ല സൂര്യൻ അടിക്കുന്നു. നോക്കിയാണ് മക്കളെ എന്താ ബാക്കിലേ ഈ വയ്യനെ നോക്കിയാണ് എന്ത് രസം. അവിടെ മലനിരകൾ. ഇതൊക്കെ എന്താ ഇത് പെരയാണോ അറിയില്ല, വരാൻ തോന്നണേ. ഇത് എവിടാ നമ്മള്, ഏതൊക്കെ ഇങ്ങനൊക്കെ സ്ഥലങ്ങളുണ്ട് നമ്മളിപ്പോഴാണ് അറിയണത്. ലേക്കിലോട്ട് വഴി ഇങ്ങനെ അതാ ഓരോ മദ്യമലൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിരിക്കണം, ലേക്ക് 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 എന്ന് പറഞ്ഞിട്ട്. ആരാ നോക്കണത്? ഒരാളിങ്ങനെ എത്തി നോക്കണതാ ഇടയിൽ. ഇവിടെ ഇതാ പാല് കറക്കണതാ അവിടെ. പാല് കറക്കുന്ന ആളും എന്താ ഇതാ ഒരാളിതാ നോക്കണു ഇവിടുന്ന്. ഹലോ അച്ഛാനെ, ഹൗ ആർ യു? കടിക്കോ? ഡീൻ 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 പാവാണ്. നല്ല കൊമ്പാണ്. വേണ്ട ഒരു ചെറുത് വന്നുകൊണോ. ഇതാകണ ഒരു നായ്ക്കുട്ടി. എന്ത് രസമുള്ള വില്ലേജാണ് അതൊക്കെ. എന്താ നാവൊക്കെ നീട്ടുന്നതാ. അങ്ങനെ കഴിച്ച് ലേക്ക് എത്തി. കഴിച്ച് ലേക്ക് നമ്മൾ ആ പോത്തി പശുവിനാണല്ലോ, ആ പശുവിൻ്റെ അടുത്ത് തന്നെ ലേക്ക്. ലേക്കിന് പ്രത്യേകത കാരണം പറഞ്ഞ പോലെ തന്നെ 3 മാസമേ ലേക്ക് ഇങ്ങനെ വെള്ളം പോലെ കിടക്കുള്ളൂ. ബാക്കി ടൈമിലൊക്കെ ഐസായിട്ടാണ് കിടക്കുക. ഈ ലേക്ക് മൊത്തം ഐസായിട്ടാണ് കിടക്കുക. നോക്കൂ ലേക്ക്, ചെറിയൊരു ലേക്ക്. ഇത് ബോട്ട് സഫാരി ഒക്കെ ഉണ്ടല്ലോ. ഐസുണ്ടോ? ചെറിയൊരു ലേക്ക്. സീനില്ലേ, ചെറിയൊരു മലൻ്റെ അടിയിൽ ഒരു ലേക്ക് ഇങ്ങനെ. ഗൈസ് ഇവിടെ നിന്ന് ഞങ്ങട്ട് മേൽക്കാണ് തോന്നുന്നു. എന്താ ആൾക്കാർ കുറച്ചൊക്കെ ഇറങ്ങി വരുന്നു, നമ്മൾ കയറി വരുന്നു. ആൻഡ് സൂര്യനതാ അസ്തമിക്കാൻ പോകുന്നു. സമയം ഏകദേശം 6:30. എത്ര ആയി എന്ന് പറഞ്ഞാൽ 6:52 ഗൈസ്. ഇപ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിച്ചിട്ടില്ല, അസ്തമിക്കാൻ പോകുന്നുള്ളൂ. എന്താ മോനെ, വാട്ട് എ ബ്യൂട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചാലേ ഗൈസ്. കണ്ടോളി മോനെ, യജാതി ഫ്രെയിം അറിയോ. എന്താ ഇത് വലിയ മലകളാണ്. നാക്കോ വില്ലേജിൻ്റെ മുകളിൽ വലിയ ബാക്കിലായിട്ട് വലിയൊരു മലനിരകൾ. അതിൻ്റെ അവിടെ മഞ്ഞിൻ്റെ മലയുണ്ട്, ഇവിടെ മരുഭൂമി പോലത്തെ മലകൾ. അതിൻ്റെ ഇടയിലൂടെ സൂര്യനതാ അസ്തമിക്കുന്നു. കിട്ടില്ല ഫ്രെയിം എൻ്റെ മോനെ. അങ്ങനെ കഴിച്ച് നമ്മളിപ്പോൾ നിൽക്കണത് നാക്കോ വില്ലേജിൻ്റെ ഏറ്റവും ടോപ്പിലുള്ളൊരു ഭാഗത്താണ്. ഇവിടെ നമുക്ക് ആ ലേക്ക് കാണുന്നുണ്ട്. ഇവിടുന്ന് ആ വ്യൂ നോക്കിയാൽ മക്കളെ അവിടെ ഇങ്ങനെ വില്ലേജ്, അതിൻ്റെ ഇവിടെ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിനാല് നടുവിൽ അത്രയും സെൻട്രൽ പോലെ ഗ്രൗണ്ട്, ബാക്കിലൊക്കെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലം പോലെ ഇങ്ങനെ വില്ലേജുകൾ അവിടെ നിൽക്കുന്നു. അതിൻ്റെ ബാക്കിൽ കണ്ടാൽ വലിയ മലനിരകൾ, അതിൻ്റെ ബാക്കിലും വലിയ മഞ്ഞുമലകൾ. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു കിടിലം വൈബാണ്. നല്ല കിടിലം പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. നല്ല ഏരിയ, നല്ല കാറ്റടിക്കുന്നുണ്ട്. മക്കളെ സത്യം പറ എന്താ പറയുക, ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്ന. അവിടെ കണ്ട ഫ്രയർ വീൽ ഇങ്ങനെ കാറ്റത്തിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നാക്കോ എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു വില്ലേജ്. അങ്ങനെ ഗൈസ് നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഈ ടോപ്പിലുണ്ടാ ഇവിടെ വലിയൊരു ഫ്രയർ വീലുണ്ട്. ആൻഡ് അതിങ്ങനെ ഒരു മണിയടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കും. കണ്ടോണ്ടി, ഇപ്പോൾ കേൾക്കും. വേണ്ട ഫ്രയർ വീല്. അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ് ഗൈസ്. എന്താ ഒരു രസം അറിയാം, ഒരൊച്ചപ്പാടും ഒരു ബഹളവും ഇല്ല. അവിടെ നദി ഒഴുകുന്ന ശബ്ദം, ആൻഡ് ഈ ചെറിയൊരു ശബ്ദം, ഈ ബെല്ലടിക്കുന്ന ചെറിയൊരു ശബ്ദം, ചെറിയ കാറ്റ്,
നല്ല വില്ലേജ്, അങ്ങനെ പീസ്ഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ്. അല്ലാ ജാതി പ്ലേസ് അറിയോ, നമ്മളെ മലകൾക്കുള്ളിൽ കുടുങ്ങിയ പോലെയാണ് ഇപ്പോൾ അത് സംഭവം. ശരിക്കും നോക്കിയാണിത് കണ്ടാ, ഈ ഫുള്ള് ഇതാ ചുറ്റും മല, ആ മലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത്രയും ഭാഗം മാത്രം ഒരു വില്ലേജ്, അതാണ് നാക്കോ വില്ലേജ്. എൻ്റെ മോനെ അതാണ് സ്കൂളൊക്കെ അതാ കാണുന്നത്. നമ്മുടെ വില്ലേജിൻ്റെ ഓവറോൾ വ്യൂ ഇവിടെ നിന്നാൽ കിട്ടും നമുക്ക്. സ്കൂളതാ നമ്മളിങ്ങനെ കൂടെയൊക്കെ ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെയാണ് നമ്മളിങ്ങോട്ട് ഇങ്ങനെ വന്നതിപ്പോൾ. ഓ ഇങ്ങനെ സ്വർഗം പോലത്തെ ഒരു വില്ലേജടാ. നമ്മൾ കണ്ട എല്ലാ വില്ലേജും ഒന്നിനൊന്ന് മെച്ചം. ഇതൊക്കെ മതി എൻ്റെ ജീവിതകാലം മൊത്തം ഇങ്ങനെ ഓർക്കാൻ. പണ്ട് ഞാൻ അവിടെ പോയിരുന്നു, പണ്ട് ഞാൻ ഇവിടെ പോയിരുന്നു പറഞ്ഞിട്ട് എല്ലാവരോടും ഇങ്ങനെ കഥ അറിഞ്ഞെടുക്കാം. ഗൈസ് ഞാനും ഒരു പട്ടിയുണ്ട്, നമ്മളുടെ ഇവിടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ വില്ലേജിൻ്റെ ഓവറോൾ വ്യൂ നല്ലോണം കിട്ടുന്നുണ്ട്. ഇവിടെ എന്തോ വലിയൊരു എല്ല് കഷ്ണം കിട്ടും, അപ്പോൾ അതിങ്ങനെ കടിച്ച് തിന്നാണ് മൂപ്പര്. എന്നാലും ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ ഒറ്റയ്ക്ക് ഇവിടെ. ഹലോ അതാ ഇപ്പോൾ നീച്ച് പിന്നെയും കടിച്ചു തുടങ്ങി. നോക്കൂ ഇങ്ങോട്ട് നോക്കൂ, ഇവിടുത്തെ പട്ടികളൊന്നും ചെയ്യൂല കേട്ടോ, വളരെ പാവമായിട്ടുള്ള പട്ടികളാണ്. നമ്മളെ ആക്രമിക്കൊന്നുമില്ല, നല്ല രസമുള്ള കാണാൻ ഭയങ്കര രസമുള്ള തൊപ്പൊക്കെയുള്ള നല്ല രസമുള്ള പട്ടികളാണ്. ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് കേരളത്തിൽ കൊണ്ടുപോയി നല്ല പൈസ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. കാരണം അതിന് മാത്രം രസമുള്ള പട്ടികളാണ്. നമ്മളെ നാട്ടിലുള്ള കുറേ പട്ടികൾ കണ്ടാ വേസ്റ്റിലെ വണ്ടി കുറേ നായിക്കോ. അല്ലോ ഇന്ത്യ വെച്ചിലൊക്കെ എത്രക്കാരും വണ്ടിങ്ങനെ അറിയാം പത്രം പോകുമ്പോൾ. ഇവിടുത്തെ പട്ടികൾ പറഞ്ഞത് നമ്മൾ വൈത്തല വരും, എന്താ അറിയോ നമ്മളടുത്ത് എന്ത് സാധനം ഉണ്ടോ അങ്ങനെ നമ്മൾ ഭയങ്കര എന്താ പറയുക വെള്ളത്ത് കാണിക്കുമല്ലോ, എത്ര പയ്യ പറയാ നല്ല സ്നേഹം കാണിച്ചിട്ടുള്ള പട്ടികളാണ് ഇവിടുത്തെ പട്ടികളുണ്ട്. ഞാൻ അത്രയും ഇവിടുത്തെ വെക്കണത് നമ്മുടെ നാട്ടിൽ പട്ടികളെ ഇങ്ങനെ കാണിച്ചോ കാണില്ല, ആ മൂട്ടിക്കൊരു കാര്യം തരും. ഇത് കണ്ട അത് അതിൻ്റെ ജോലി ചെയ്യുന്നു, നമ്മളെ ജോലി ചെയ്യുന്നു, അതിനെ ഡിസ്റ്റർബ് ആക്കണ്ട. ഓ അങ്ങനെ കുറേ നേരം കടിച്ച് കിട്ടിക്കൂടെ തോന്നുന്നു എല്ലിൻ്റെ കണ്ട. ഭയങ്കര കാറ്റ്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കണ്ടെന്ന് അറിയില്ല. അയ്യോ ഓക്കെ ഇനി അടിയിലോട്ട് ഇറങ്ങട്ടെ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് പോന്നു. ഏതോ ബൈക്കൂടെ നടക്കുകയാണ് സംഭവം. കുറേ ഇടവേണ്ടായതുകൊണ്ട് വഴി തെറ്റിയോന്ന് അറിയില്ല, ബൈക്കൂടെയൊക്കെ പോകുന്നുണ്ട് ഞാനിപ്പോൾ. അങ്ങനെ ഗൈസ് നമ്മളെ റൂമിലെത്തി. ഇതാണ് നമ്മളെ റൂം, ചെറിയ റൂമാണ് ഗൈസ്. പുറത്തെ വ്യൂ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നും കാണില്ല, പക്ഷേ നാളെ രാവിലെ നല്ലൊരു വ്യൂ കിട്ടും. ഇന്ന് വൈകുന്നേരം നല്ലൊരു വ്യൂ ആയിരുന്നു, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോത്തിലുള്ള ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നാളെ നമുക്ക് നല്ലൊരു ദൂരം നടക്കാനുണ്ട്. യെസ് ഗൈസ് ടെൻ്റ് അടിക്കാനുള്ള മിക്കവാറും നാളെ ടെൻ്റ് അടിക്കായിരിക്കും. അപ്പോൾ ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ പീസ്.